AI വന്നതോടുകൂടി നമ്മുടെ കുട്ടികള് പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുട്ടപ്പന്റെ സ്കില്ല്? എനിക്കും അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ഒരു സ്കില്ലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലാന്ന്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് ഒരു സ്കില്ല് ഉണ്ടെങ്കില് അയാൾക്ക് അത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അനായാസേന സാധിക്കും. പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടേണ്ടി വരില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ഗ്രൂപ്പിന്റെ നിന്നിട്ട് വേണമെങ്കിലും സംസാരിക്കാം. എന്ത് ടോപ്പിക്കിനെ കുറിച്ചും സംസാരിക്കാം. അവർക്ക് ഹ്യൂമർ മിക്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റും. ആ പിച്ചൊക്കെ നോക്കി പറയാം. ഒരു പ്രശ്നവുമില്ല. അപ്പൊ അവർക്കത് ഒരു എഫേർട്ട് ഇല്ലാതെ ഇങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവര് മനസ്സിലാക്കുന്നില്ല അതെന്റെ ഒരു സ്കില്ലാണെന്നുള്ള കാര്യം. അപ്പൊ പുറത്തേക്ക് നോക്കുന്നില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ എത്ര പേർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നവര് നോക്കുന്നില്ല. എനിക്കിത് ഈസി ആയിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തൊരാൾക്ക് ഇത് പറ്റും. ഇത് എന്റെ ഒരു പ്രത്യേക കഴിവല്ല എന്നൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ AI വന്നതോടുകൂടി നമ്മളിപ്പോ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല മാർക്കോട് കൂടി പാസ്സായത് കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരോട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ സ്കില്ല് എന്നുള്ളത്. അവിടെ ചെന്നിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരുന്നിട്ട് എന്തുട്ടാ സ്കില്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബബ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മള് കുത്തിരുന്ന് അങ്ങോട്ട് ആലോചിക്കുക, എന്താണ് എന്റെ സ്കില്ല് എന്നുള്ളത്. എന്ത് കാര്യമാണ് എനിക്ക് അനായാസേന ചെയ്യാൻ പറ്റുന്നത്, മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്കില്ലാത്ത എന്ത് യുണീക്ക് ക്വാളിറ്റിയാണ് എനിക്കുള്ളത് എന്നുള്ളത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് മോൾഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ കോൺഫിഡന്റ് ആയിട്ട് പറയാം എന്റെ സ്കില്ല് ഇന്നതാണ് എന്നുള്ളത്. ഇനിയുള്ള കാലഘട്ടത്തിൽ സ്കില്ലിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. എന്ന് വെച്ചിട്ട് പഠിക്കണ്ടെന്നോ മാർക്ക് മേടിക്കണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത്രയും പ്രാധാന്യത്തോടു കൂടി സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.